മുഹറം 1 രാവിലോ പകലിലോ അറബിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതി അത് സൂക്ഷിച്ചാൽ അവനോ കുടുംബത്തിനോ ജീവിതകാലത്ത് ബുദ്ധിമുട്ടുകൾ വരികയില്ല എന്ന് കിതാബുകളിലേക്ക് കാണാം. ഇവിടെ ഇദ്ദേഹം ഇത് ചെയ്യാൻ ഈ ഒരു ബർക്കത്ത് ജീവിതകാലം മുഴുവൻ കിട്ടാൻ ഒരുപാട് നിബന്ധനകൾ പറയുന്നുണ്ട്. 113 എന്ന എണ്ണം ആരാണ് ഇയാളോട് പറഞ്ഞത്? അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കൂല, ഭക്ഷണ വിശാലത കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ബ്ലോഗർ സംസാരിച്ചപ്പോ അതിനെതിരെ വന്നിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പവിത്രതയേകിയ മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. ഈ മുഹറം മാസത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓരോ ഹർഫുകൾ വേർതിരിച്ച് 113 പ്രാവശ്യം എഴുതിയാൽ അതിനൊരുപാട് ശ്രേഷ്ഠതയുണ്ട് എന്നും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നും ഒരു ബ്ലോഗർ സംസാരിച്ചപ്പോൾ അതിനെതിരെ വന്നിരിക്കുകയാണ് വഹാബികൾ. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞ കാര്യം, ആ വ്ളോഗറുടെ സംസാരത്തിൽ പറഞ്ഞ കാര്യം, മുഹറം മാസത്തിന്റെ ആദ്യ ദിവസത്തിൽ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മുറിച്ച് ഓരോ അക്ഷരങ്ങളാക്കി 113 തവണ എഴുതി അത് പേപ്പറിൽ എഴുതി അടുക്കൽ സൂക്ഷിക്കുക. വീഡിയോ അതാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. ഓക്കെ, ഇനി ബാക്കി മൂപ്പര് തുടരട്ടെ. ൊക്കെ ചെയ്ത് ഇത് കാണുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അഥവാ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് അദ്ദേഹം പറയുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ദീനിനെ ശരിക്കൊന്ന് മനസ്സിലാക്കി. അതെ, മൂപ്പര് മനസ്സിലാക്കിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് മൂപ്പര് പറയുന്നത്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മാ ഖാല അല്ലാഹു ഖാല റസൂൽ, അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചതാണ് ദീൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇത് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതും അനുവദനീയമാണ് എന്ന് പറഞ്ഞതും ആയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന്റെ പരിധിയിൽപ്പെടുന്ന വിഷയങ്ങൾ, നിഷിദ്ധമാണ് എന്ന് പറയുന്ന വിഷയങ്ങളൊന്നും എടുക്കാൻ പാടില്ല, നിർബന്ധമാണ് എന്ന് പറയുന്ന വിഷയങ്ങളൊന്നും ഒഴിവാക്കാനും പാടില്ല. എന്നിട്ട് ചെയ്യാൻ ഈ ഒരു ബർക്കത്ത് ജീവിതകാലം മുഴുവൻ കിട്ടാൻ ഒരുപാട് നിബന്ധനകൾ പറയുന്നു. ആ നിബന്ധനകൾ അദ്ദേഹം തന്നെ പറയട്ടെ. 113 ആവണം, 112 ആകാൻ പാടില്ല, 114 ആകാൻ പാടില്ല. അപ്പൊ അതിന്റെ ബർക്കത്ത് പോയി. അപ്പൊ 113 തന്നെ ആകണം, 114 ആകാൻ പാടില്ല, 112 ആകാൻ പാടില്ല. അപ്പൊ അതിന്റെ ബർക്കത്ത് പോയി എന്നാ പറഞ്ഞത്. ഈ 113 എന്നുള്ളത് എന്താന്നുള്ളത് മൂപ്പര് മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. എന്താണ് 113 എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തിൽ നിന്നും ബിസ്മി കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ 113 ആണ്. അതിന് പ്രത്യേകത ഉണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതാണ്. എന്തേ മഹാന്മാർ ഇങ്ങനെ പറയാനുള്ള കാരണം? അത് ഖുർആനിന്റെയും ഹദീസിന്റെയും മറ്റു പ്രമാണങ്ങളുടെയും വെളിച്ചത്തിലാണ്. ഇനി അദ്ദേഹം പറയട്ടെ. 113 എന്ന എണ്ണം ആരാണ് ഇയാളോട് പറഞ്ഞത്? 113 എന്ന എണ്ണം മഹാന്മാര് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഖുർആൻ അറിയുന്ന മഹാന്മാര് പഠിപ്പിച്ചു. പ്രവാചകന്റെ ഹദീസിലുണ്ടോ? ഹദീസ് അറിയുന്ന മഹാന്മാര് പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ഹഫിലുള്ള, അതല്ലെങ്കിൽ അറബി ഭാഷ കൈകാര്യം ചെയ്യുന്ന അറബികൾ എഴുതുന്ന പോലെയല്ല, ഒക്കെ വേറെ അക്ഷരങ്ങൾ എഴുതണം. ഇങ്ങനെ മുറിച്ച് എഴുതുന്ന രീതി ഇസ്ലാമിൽ പ്രമാണങ്ങൾ എഴുതിയെടുത്തുണ്ടോ, ഖുർആൻ ഹദീസിലുണ്ടോ? എവിടെയില്ല. പിന്നെ അപ്പൊ മൂപ്പരെന്നെ വിധി പറയാ, മൂപ്പരെന്നെ ചോദിക്കുക, മൂപ്പരെന്നെ ഉത്തരം പറയാ ആണ് ഇപ്പൊ മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് മൂപ്പര് ചോദിക്കുന്നത്. ഈ ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാക്കിയ പണ്ഡിതന്മാരായ ആളുകൾ ഇത് സംസാരിക്കുമ്പോ കേവലം അഫ്ളലുൽ ഉലമയും അറബിയും മാത്രം പഠിച്ചു വന്ന് ഖുർആൻ എന്താ എന്നും ഹദീസ് എന്താ എന്നും പ്രമാണങ്ങൾ എന്താന്നും പഠിക്കാതെ ഇതൊക്കെ ഇവിടെ വന്ന് പുലമ്പുന്ന മൗലവിമാരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഖുർആനും ഹദീസും യഥാവിധി മനസ്സിലാക്കിയ ഇമാമുമാരെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. ഇത് ആരാണ് പഠിപ്പിച്ചത്? ഇത് പഠിപ്പിച്ചത് ആരിഫ്യങ്ങളും ആലിമീങ്ങളും ഒക്കെ പറഞ്ഞു എന്നാ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കിതാബിന്റെ ടെക്സ്റ്റ് അവിടെ അടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ബ്ലിങ്ക് ചെയ്ത് പോകണുള്ളൂ. കാരണം അത് കണ്ടാരെയും വായിച്ചിട്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ വെച്ചാല്, അതെന്തറിയോ, ഈ പറയുന്ന വ്ളോഗറുടെ ആ വീഡിയോയിൽ കിതാബിന്റെ ഇബാറത്ത് ബ്ലിങ്ക് ചെയ്തു പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടത്, എങ്ങനെ ബ്ലിങ്ക് ചെയ്താലും ആ വിഷയം തുറന്നെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും.
അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക എന്ത്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, ആവശ്യമുള്ള ഇബാറത്ത് ആവശ്യമുള്ള ആളുകൾ അത് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് വിഷയങ്ങൾ എടുത്തോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് മൂപ്പർ പറയണ എന്താ അറിയോ, അത് റെഡി നേർക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർ മനസ്സിലാക്കി പോയാലോ എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം ബ്ലിങ്ക് ചെയ്തത്. ഇനി അദ്ദേഹം പറയട്ടെ. നമ്മൾ വിചാരിച്ചത് സഹീൽ ബുഖാരിയോ സഹീഹ് മുസ്ലിമോ, അതല്ലെങ്കിൽ ഇമാം ഷാഫിൻ്റെ ഏതെങ്കിലും കിതാബോ, അല്ലെങ്കിൽ ഇമാം നവവിയുടെ കിതാബോ, ഇനി വേണ്ട ഇമാം ഹറമീൻ്റെ കിതാബോ, എന്നാൽ അറിയപ്പെട്ട ലോകത്തറിയപ്പെട്ട ഷാഫി മദഹബിൽ തന്നെ അതിപ്രശസ്തരായ പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫി ഉണ്ട്, മുഹദ്ദിസീങ്ങളുണ്ട്. അപ്പോൾ ആ ആളുകളുടെ കിതാബൊന്നുമല്ല. അപ്പൊ ഇയാൾക്ക് വേണ്ടത് ഖുർആന്, ഹദീസ്, ഷാഫിഈ മദ്ഹബിലെ പ്രശസ്തം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിപ്രശസ്തമായ പണ്ഡിതന്മാരുടെ ഇബാറത്തുകളെ ഇയാൾ സ്വീകരിക്കുള്ളൂ. പറച്ചില് കേട്ടാ തോന്നും ഷാഫിഈ ഫിഖ്ഹിലെ എല്ലാ വിഷയങ്ങളും അണ്ണാക്ക് തൊടാതെ മുണുങ്ങ എന്നൊക്കെ പറഞ്ഞതുപോലെ അത് അപ്പടി സ്വീകരിക്കുന്ന ആളാന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു വിഷയവും വഹാബികളിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം കേൾക്കേണ്ട ഈ പറയുന്ന ഇവരുടെ വാദങ്ങളൊക്കെ കേൾക്കേണ്ടത്. പിന്നെ എന്താണ് ഇവരുടെ വിഷയം? അത്തരം വിഷയങ്ങളൊന്നും ഈ പറയുന്ന കിതാബിലൊന്നും ഇല്ലെങ്കിൽ നേരെ ആ കിതാബ് അവർക്ക് തെളിവാവും. കാരണം ആ കിതാബിന് തെളിയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തെളിവാവും. ഇനി അതേ സമയത്ത് ഇസ്തിഗാസ പോലത്തെ വിഷയങ്ങളൊക്കെ ആ ഇമാമിങ്ങളെ കിതാബിലുണ്ട് എന്ന് നമ്മൾ പറയാം അങ്ങനെ ഉണ്ട് എന്ന് വെക്കുക. എന്നാ പിന്നെ ആ കിതാബ് ഒരു സ്വീകരിക്കൂല. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കൂല, ഷാഫിഈ ഇമാമിനെ സ്വീകരിക്കൂല. ഈ പറയുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്ന് അതിപ്രശസ്തരായ ഒരാളെയും അവർ സ്വീകരിക്കൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അദ്ദേഹം പറയട്ടെ. കിതാബൊന്നുമല്ല. പിന്നെ മുജറബാത്തു ദൈരമി എന്ന് പറയും. മുജറബാത്തു ദൈരമി എന്നാണോ ദൈറബി എന്നാണോ എന്നുള്ളത് മൗലവി ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്ന ഒരാളുടെ കിതാബാണ്. അയാളുടെ ചില അനുഭവങ്ങളാണ്. അദ്ദേഹം 1151 ഈ അടുത്ത കാലഘട്ടത്തിൽ മരിച്ച 300-400 വർഷം മുമ്പുള്ള ആളാണ്. അല്ലാതെ റസൂലുള്ളാഹിന്റെ സഹാബത്തോ താബികളുടെ കാലത്തോ ഈ മമ്മിയുടെ കാലത്തോ എന്നുള്ളതല്ല. അയാൾക്കുള്ള ഒരു തെളിവ് എന്താ പറയുക, മുജറബാത്തു ദൈറബി അംഗീകരിക്കാൻ പാടില്ല എന്നതിനുള്ള ഒരു തെളിവ്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് ജീവിച്ച ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജനനം 1151 അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കൂല. എന്നാൽ നമുക്ക് തിരിച്ചങ്ങോട്ടും ചോദിക്കാം, ഇബ്നു ബാസ് എന്ന് പറയുന്ന ആളെ വഹാബികൾ ഏറ്റിക്കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യനല്ലേ? ആ ഇബ്നു ബാസ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലേ? നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? അയാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചവരാണോ? ഖുലഫാ ഉർ റാഷിദുകളുടെ കാലത്ത് ജീവിച്ചവരാണോ? തബഉ താബിഈ അവരുടെ കാലത്ത് ജീവിച്ചവരാണോ? പിന്നെ നിങ്ങൾ എങ്ങനെ അവരെ അംഗീകരിക്കും? ഇബ്നു ബാസ് എന്നാ ജനിച്ച് വഫാത്തായിട്ടുള്ളത് 1420-ലാണ്. ഈ പറയുന്ന മുജറബാത്തു ദൈറബിയുടെ വക്താവായ ഇമാം ദൈറബിയുടെ കാലശേഷം ജീവിച്ച ഇബ്നു ബാസിനെ ഇവർ അംഗീകരിക്കുന്നു. ദൈറബി ഇമാമിനെ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയട്ടെ. അപ്പം അതിൽ ഇദ്ദേഹം പറയുന്ന ഒരു വാചകം, ഇയാൾ പറയുന്ന ഒരു വാചകമുണ്ട്. അപ്പോൾ അതാണ് അവർക്ക് തെളിവ് എന്ന് പറഞ്ഞാൽ, അറബി ഭാഷയിൽ വലതു ഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്ക് എഴുതപ്പെട്ടതെല്ലാം ദീനായിക്കൊണ്ട് ആളുകളെ വിശ്വസിപ്പിച്ച് അതിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഫضل പറയാം. അത് ഒരു കബളിപ്പിക്കൽ സ്വഭാവമാണത്. ദൈറബിയെ ഇവർ അംഗീകരിക്കുന്നു, അതുകൊണ്ട് അറബി ഇബാറത്തുകളൊക്കെയും ഇവർ തെളിവാക്കി സ്വീകരിക്കുകയാണ്. അങ്ങനൊന്നും സുന്നികൾ സ്വീകരിക്കാറില്ല. സുന്നികൾ ഇബ്നു തൈമിയെ സ്വീകരിക്കൂല. ഇബ്നു തൈമിയുടെ പല വാദങ്ങളും സുന്നികൾ സ്വീകരിക്കാറില്ല. ഇബ്നു ബാസിന്റെ പല വാദങ്ങളും സ്വീകരിക്കാറില്ല. ഇബ്നു അബ്ദുൽ വഹാബിനെ സ്വീകരിക്കാറില്ല. ഇത്തരം അറബി കിതാബുകൾ, അവർ രചിച്ച കിതാബുകളൊക്കെയും സുന്നികൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ദൈറബി എന്ന് പറയുന്ന മഹാന്റെ വിഷയം അങ്ങ് പൂഴ്ത്താൻ ശ്രമിച്ചാൽ വഹാബികളെ തൽക്കാലം അത് നടക്കൂല. ബാക്കി പറഞ്ഞോളി. മുസ്ലിയാരികൾ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഈ മുഹറം 9-നും 10-നും നോമ്പിട്ടിട്ടോ, മുമ്മിനിങ്ങളത് കളയരുതിട്ടോ, അതിൻ്റെ ഫضل ഇങ്ങനെ ഉണ്ടിട്ടോ, മുഹറം മാസം അശ്ഹുറുൽപ്പെട്ടതാണ്, ഇതൊന്നും പറയില്ല. ഈ ഇല്ലാത്തത് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഈ മുസ്ലിയാക്കന്മാർക്ക് മുഴുവനുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മുഹറം 10-നെ കുറിച്ച്, മുഹറം 9-നെ കുറിച്ച്, നോമ്പിനെ കുറിച്ചൊന്നും പ്രത്യേകതകളൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അത് യൂട്യൂബും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചാൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ ഒരുപാട് കിട്ടും. പിന്നെ എന്തിനാ നുണ പറയണം? അപ്പോഴേ വഹാബി ആകുള്ളൂ. ഉസ്താദുമാര് നിരന്തരം, നമ്മുടെ ആലിമീങ്ങൾ പണ്ഡിതന്മാര് നിരന്തരം പറയുന്ന വിഷയമാണ് ഇതൊക്കെ. എന്ത്? മുഹറം 10-ന്റെ നോമ്പിന്റെ പ്രത്യേകതകൾ, നോമ്പ് നോറ്റാലുള്ള ഗുണങ്ങൾ, അതുപോലെ തന്നെ ആ മുഹറം മാസത്തിലുണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങൾ, അതൊക്കെ നമ്മുടെ ഉലമാ പണ്ഡിതന്മാർ പറയാറുണ്ട്.
അത് പറഞ്ഞിട്ടും അതിനൊക്കെ മൂടി വെക്കുമ്പോഴേ വഹാബിയാകൂ എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സലഫി ഇതൊക്കെ മൂടി വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ രണ്ട് ക്ലിപ്പുകൾ മാത്രം കേൾപ്പിച്ച് ഇദ്ദേഹത്തിലേക്ക് തന്നെ നമുക്ക് വരാം. മുഹറം മാസത്തിൽ നല്ല ചെലവ് കൊടുക്കണം. മുഹറം 10ന്റെ അന്ന് കുടുംബത്തിന് ഭക്ഷണ വിശാലത ചെയ്യണം. അന്ന് ഭക്ഷണ വിശാലത ചെയ്താൽ വസ്സഅല്ലാഹു അലൈഹി സായിറ സനതിഹി, ആ വർഷത്തിന്റെ ബാക്കിയുള്ള 11 മാസങ്ങളിലും അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കൂല, ഭക്ഷണ വിശാലത കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ അതുകൊണ്ട് അമൽ ചെയ്യണം. ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ് അമൽ ചെയ്തു. ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദാണ് സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഈ ഹദീസ് അനുസരിച്ച് 50 കൊല്ലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഫവജത്തുഹാ കദാലിക്, 50 കൊല്ലം എനിക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി തന്നെ ഉണ്ടായിട്ടില്ല. നോമ്പ് നോറ്റാൾക്ക് അങ്ങനെ നോമ്പ് നോൽക്കാത്തതാണ്. ചെറിയ കുട്ടിയെ ചെറുക്കെന്താ വേണ്ടി? കുട്ടി പറഞ്ഞു എനിക്ക് അടർച്ച വേണ്ടി, കണക്കൂട്ടി നോക്കി 600. മറ്റേ കുട്ടി വെച്ചാൽ കുട്ടി പറഞ്ഞു എനിക്ക് ആവൂല വേണ്ടി, അതാ വരുന്നത് അതിന് 700. വേറെ കുട്ടി എനിക്ക് ചെമ്മീനാ വേണ്ടി. നല്ല ചെലവ് കൊടുക്കണമെന്ന്. ഇത് മുഹറം മാസമാണല്ലോ, പകൽ സമയം നോമ്പിന്റെ സമയമാണ്. ആശൂറ നോമ്പ് നൊറ്റവർക്ക് 1 വർഷത്തെ പാപം പൊറുക്കപ്പെടുമെന്നാണ്. താസുആ എന്ന് പറഞ്ഞാൽ 9ന്റെ നോമ്പാണ്. ആശൂറ 10ന്റെ നോമ്പാണ്. 9ന്റെ നോമ്പും അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിലുണ്ട്. അത് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അടുത്ത കൊല്ലം ഉണ്ടാകൂല. അതറിഞ്ഞിട്ടാണല്ലോ ആ പറച്ചില്. പക്ഷേ അതുകൊണ്ട് 9ന്റെ അന്നും നോമ്പ് പ്രത്യേകം സുന്നത്താണ്. അതിന്റെ പുറമെ 11ന്റെ അന്നും നോമ്പ് സുന്നത്തുണ്ടെന്ന് അതാ ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. അത് 9ന്റെ നോമ്പ് എടുക്കാത്തവർക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ അതാണ് ഇതൊക്കെ ഉസ്താദുമാര് പറഞ്ഞല്ലേ. ഇനി അദ്ദേഹം തുടരട്ടെ. ഇതിൽ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ മുജറബാത്ത് തെരുവിൽ കാണാം 625 തവണ എഴുതി വെച്ചാൽ ഇതേ ഫദൽ കിട്ടുന്നു, ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു 113, അവിടെ പറഞ്ഞ 625. ഇങ്ങനെ വേറെ ഇതിപ്പോ ബിസ്മിന്റെ മഹത്വം. ഇനി അൽഹംദുലില്ലാഹ് മറ്റൊരു പ്രശ്നം 625 എന്നുള്ളത് വേറെ സ്ഥലത്ത് കാണുന്നുണ്ട്, 113 എന്നുള്ളത് വേറെ സ്ഥലത്ത് കാണുന്നുണ്ട്. അത് സ്വീകരിക്കാൻ പറ്റൂല. ഇദ്ദേഹത്തിന് ഹദീസുമായി ബന്ധപ്പെട്ടോ ഇസ്ലാമിന്റെ ബാലപാഠം പോലും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തിന്റെ ശ്രേഷ്ഠത പറയുമ്പോൾ ബി27 ദറജ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബി25 ദറജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 27ഉം 25ഉം 2 വാക്ക് പറഞ്ഞത് കൊണ്ട് 2 കൗലുണ്ടായത് കൊണ്ട് അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് ഇവരെ പോലത്തെ ആൾക്കാർ പറയാ. വിഡ്ഢിത്തം എന്നല്ലാതെ നമ്മൾ ഇതിനെ കുറിച്ച് എന്താ പറയാ. ഇനി അദ്ദേഹം തുടരട്ടെ. മാത്രം വേറെ ഇങ്ങനെ പറഞ്ഞ് എല്ലാം എന്താ വെച്ചാൽ പരലോകത്ത് രക്ഷപ്പെട്ടൊന്നല്ല, സ്വർഗം കിട്ടുന്നല്ല, കൂലി കിട്ടുന്നല്ല, ഉപദ്രവം ഉണ്ടാവില്ല. അതും നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഉപദ്രവം ഇല്ലാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതും ശ്രദ്ധിക്കണം. അതിനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കിട്ടുന്ന നരകം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ദുനിയാവിൽ ഇടങ്ങേറില്ലാത്ത മുസീബത്തില്ലാത്ത രൂപത്തിൽ എങ്ങനെ ജീവിക്കാമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗങ്ങളായിട്ടാണ് മഹാന്മാർ ഇത്തരം വിഷയങ്ങളൊക്കെ എണ്ണുന്നത്. ഈ മഹാന്മാർ ആരാ? അഫ്ളലുൽ ഉലമ കഴിഞ്ഞ് വന്ന ആൾക്കാരല്ല. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും അത്തരം പ്രമാണങ്ങൾ, ചതുർ പ്രമാണങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഉസ്താദുമാരും പണ്ഡിതന്മാരും ഇമാമിങ്ങളും അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. എന്നിട്ട് അവരൊക്കെ കള്ളന്മാര്. ഈ അഫ്ളലുൽ ഉലമ പാസ്സായ ഈ വഹാബികൾ മാത്രം ഈ പറയുന്ന ഇമാമിങ്ങളൊക്കെ കള്ളന്മാരാക്കിയിട്ട് ഇവരൊക്കെ ഉന്നതരായ ആൾക്കാർ. അപ്പോൾ നമ്മൾ ദീൻ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രത്തൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സംസാരത്തെ അവസാനം ബിസ്മിന്റെ ബർക്കത്താണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ വാക്യം നമ്മൾ പഠിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇങ്ങനെ ഒരു ഫضل അറിയുമായിരുന്നെങ്കിൽ, കാരണം ഇതല്ലേ പ്രവാചകൻ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണ്ടേ. കാരണം ഈ ജീവിത കാലഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നുള്ളൊരു സംഗതി ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെക്കോ? ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞല്ലേ. മാത്രമല്ല വിശ്വാസികളെ സംബന്ധിച്ച് ഹദീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും നന്മ വരാൻ ആഗ്രഹിക്കുന്ന പ്രവാചകനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം റസൂലുള്ളാഹിക്ക് അത് എഴുതാൻ അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ പ്രത്യേകതയൊന്നും ഹദീസിലൂടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എന്ത് വിളിക്കണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ കൂടുതലായിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് മോശമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വിഷയങ്ങൾ പറഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയങ്ങളും A to Z വിഷയങ്ങളൊക്കെ നബി തങ്ങൾ സ്വരീഹൻ നിലക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിലെ നിസ്കാരം 5 വഖ്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ ളുഹർ ഇത്ര റക്അത്ത്, അസ്ർ ഇത്ര റക്അത്ത്, മഗ്രിബ് ഇത്ര റക്അത്ത്, ഇശാ ഇത്ര റക്അത്ത്, സുബ്ഹി ഇത്ര റക്അത്ത്, അതിന്റെ പൂർണ്ണമായ രൂപങ്ങൾ ഇതാണ് എന്നുള്ളതും, അതിൽ ചൊല്ലേണ്ട ദിക്റുകൾ ഇതാണ് എന്നുള്ളതും, വുളൂഇന്റെ രൂപങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വരീഹൻ നിലക്ക് പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല. അവിടുത്തെ വാക്കിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, മറ്റു പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ച, അവര് തെരഞ്ഞെടുത്ത, അവര് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ വിഷയങ്ങളാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ. അതിൽപ്പെട്ട ഒരു വിഷയം ആയിക്കൂടെ ഇത് നബിതങ്ങൾ നേരിട്ട് പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് ഇത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ന്യായം ഉള്ളതെന്ന് നമ്മൾ ചോദിക്കണത്? പറയട്ടെ അദ്ദേഹം. നബി ചെയ്തിട്ടില്ല. എന്നാൽ എഴുത്തറിയുന്ന അബൂബക്കർ സിദ്ദീഖിനോടോ മുആവിയ റളിയല്ലാഹുവിനോടോ ഇബ്നു അബ്ബാസ് ഓലോടോ. അപ്പം രണ്ടാമത്തെ തെളിവ്, മൂപ്പര് പറയുന്ന മറ്റൊരു തെളിവ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എഴുതാൻ പറഞ്ഞിട്ടില്ല. നബിതങ്ങൾക്ക് എന്തായാലും എഴുതാൻ അറിയില്ല. നബിതങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്നുള്ളത് നബിതങ്ങൾ എഴുതിയിട്ടില്ല എന്ന് വെക്കണം കേട്ടോ. നബിതങ്ങൾക്ക് എഴുത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് എഴുതാൻ പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതിനർത്ഥം നബിതങ്ങൾക്ക് എഴുതാനുള്ള കഴിവ് ഇല്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുന്ന ഒരു സംസാരം ഇവരിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പണ്ടേ പറയുന്നതാണ്. ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എഴുതാൻ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ മറ്റു സ്വഹാബികളോടൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് തെളിവല്ല. നല്ല തെളിവാണ് ഇവർ പറയുന്നത്. ഈ പറയുന്ന സംഭവം തെളിവല്ല എന്നുള്ളതിന് ഇവർ പറയുന്ന തെളിവ് ബഹുരസാണ്. അപ്പോൾ ഈ അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടില്ല, ഉമർ ഖത്താബ് ചെയ്തിട്ടില്ല, ഖുലഫാ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ആകെയുള്ളത് ഈ 1151 മരിച്ച മുജറബാത്തു ദൈരിമി എന്ന് പറഞ്ഞ കിതാബിലാണ്, ഒരു കിതാബിലാണ്. അത് നുണയാണ്, പച്ചക്കളവ് പറയാം. മുജറബാത്തു ദൈറവിയിൽ മാത്രമേ ഈ വിഷയം പറഞ്ഞിട്ടുള്ളൂ എന്ന് ഇദ്ദേഹം പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അവർ ഈ ഇബാറത്തും കണ്ടിട്ടില്ല, ഈ വിഷയം ഇനി വേറെ എവിടെങ്കിലും ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥമാകുന്ന ഇആനത്തുൽ മുസ്തഈൻ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്രാഹിമുൽ ബാജൂരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് ബാസ്സബ്റൈനുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹുവും പറഞ്ഞിട്ടുണ്ട്, ബാസ്സബ്റൈനുൽ ഹദ്റമി റളിയല്ലാഹു അൻഹുവും ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കിതാബുകളിൽ പല ഗ്രന്ഥങ്ങളിലായിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവരാകെ കണ്ടത് എന്താണ്? മുജറബാത്തു ദൈറബി എന്ന് പറയുന്ന കിതാബ്. അത് അവർ കണ്ടിട്ടില്ല കേട്ടോ. അത് കണ്ടത് എവിടുന്ന് അറിയോ? മറ്റേയാളെ വ്ളോഗിൽ നിന്ന് അവർ സ്ക്രീൻഷോട്ട് എടുത്ത്, കണ്ടിട്ടില്ല, സ്ക്രീൻഷോട്ട് എടുത്ത് അവർ കണ്ടെത്തിയതാണ്. ആ ഒരു ഇബാറത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എന്തായാലും അദ്ദേഹം ബാക്കി പറയട്ടെ. ഇനി ആ കിതാബിനെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാർ എന്താ പറഞ്ഞാൽ, ആ കിതാബ് സിഹിറിന്റെ അഥവാ വായിക്കാൻ പാടില്ലാത്ത കിതാബാണ്. ലജ്നത്തു ദായിമയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ച 3 കിതാബിനെ പറ്റി ചോദിക്കാം. ഇനി ഒരു കാര്യം മനസ്സിലാക്കണേ, ഏതാ ഈ ലജ്നത്തു ദായിമ എന്ന് മനസ്സിലായോ? അത് സൗദി പ്രൊഡക്റ്റ് ആണ്. സൗദി ഫത്വകൾ സമാഹരിച്ച ഒരു സംഗതിയാണ് ഈ ലജ്നത്തു ദായിമ എന്ന് പറയുന്നത്. അതാണ് ഇവർ തെളിവായിട്ട് എടുക്കണം. എന്ത്? ഈ മുജറബാത്തു ദൈറബി എന്ന് പറയുന്ന കിതാബ് സ്വീകരിക്കാൻ പാടില്ല എന്നതിന് തെളിവ് എന്താണ്? സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഫത്വകളാകുന്ന ലജ്നത്തു ദായിമയിൽ അത് പറഞ്ഞിട്ടുണ്ട്. കുത്തൈബാത്ത് ഹിർസു ജൂഷൻ, അതുപോലെ തന്നെ മുജറബാത്തു ദൈറബി അസ്മാ ഹിൽ ബദർ, ഈ കിതാബ് വായിക്കാം. ഫമാ ഹുക്മു ഖിറാഅത്തിഹ വൽ അമൽ ബിഹ വമാ ഹിയ നസീഹത്തുക്കും ലിമൻ യുസിറു അല തആമുലി മഅഹ. അപ്പോൾ എന്താ ലജ്നത്തു ദായിമ ഫത്വ കൊടുത്ത് بعد اطلاع اللجنة على كتب المذكورة وجد أنها تحتوي على شركيات وأدعية مبتدعة وطلاسم والتوسل بالصالحين وعلى هذا فهي كتب لا يجوز اقتناؤها ولا العمل بما فيها. പണ്ഡിതന്മാർ ഇവരുള്ള അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ. അപ്പോ അവർക്ക് തെളിവ് ലജ്നത്തു ദായിമ പറഞ്ഞിട്ടുണ്ട്. അതിനടുത്ത് തവസ്സുൽ ബിസ്സാലിഹീൻ എന്ന് കൂട്ടി വായിച്ചാണ്ടല്ലേ. അപ്പൊ മനസ്സിലായില്ല ഈ ലജ്നത്തു ദായിമ എന്താ സാധനം എന്ന്. ഇവരുടെ പ്രൊഡക്റ്റ് ആണ്. ഈ വഹാബികളായ ആളുകൾ അടിച്ചിറക്കുന്ന ഫത്വകളാണ് ഈ ലജ്നത്തു ദായിമ. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ലജ്നത്തു ദായിമ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും വഹാബികൾ അംഗീകരിക്കുന്നുണ്ടോ? ലജ്നത്തു ദായിമ പൂർണ്ണമായിട്ടും വഹാബികൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ജനാധിപത്യപരമായ രീതികൾ പാടില്ല എന്നാണ് ലജ്നത്തു ദായിമയിൽ ഫത്വ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു നിയമസംഹിതയും അംഗീകരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ നിയമത്തിനപ്പുറത്തേക്ക് മനുഷ്യനിർമ്മിതമായ ഒരു നിയമത്തെയും ഒരു നിയമസംഹിതയെയും ഒരു ഗവൺമെന്റിനെയും അംഗീകരിക്കാൻ പാടില്ല എന്ന് ലജ്നത്തു ദായിമ ഫത്വ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അംഗീകരിക്കോ അത്? അതുപോലെ തന്നെ സംഘടനകളും ഗ്രൂപ്പുകളും പാടില്ല എന്ന് ലജ്നത്തു ദായിമ ഫത്വ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അംഗീകരിക്കോ? അപ്പൊ എന്താ അത് നിങ്ങൾ അംഗീകരിക്കാതെ ഇത് മാത്രം അംഗീകരിക്കണത്? അപ്പൊ ഇരട്ടത്താപ്പൻ നയം സ്വീകരിക്കാൻ പാടില്ല. അപ്പം ഈ മുജറബാത്തു ദൈറബി പാടില്ല എന്ന് പറഞ്ഞത് ലജ്നത്തു ദായിമയാണ്. ഏതായാലും ലജ്നത്തു ദായിമ തവസ്സുലും ഇസ്തിഗാസയൊന്നും പാടില്ല, അതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന വഹാബി ആശയം പറയുന്ന ഫത്വകൾ.
പിന്നെ എന്ന് പറയുന്നുണ്ട്, ഇവര് തന്നെ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ലജ്നത്തു ദാഇമ എന്ന് പറയുന്ന ഫത്വ വിരോധമാണ്, അഥവാ അത് എതിര് നിൽക്കുന്നുണ്ട്. ഇനി അദ്ദേഹം പറയട്ടെ. കൊടുത്തെന്ന് വെച്ചാൽ അങ്ങനത്തെ കിതാബിന് വായിക്കാൻ പാടില്ല. ധൈര്യമിൻ്റെ ഈ മുജറബാത്ത് എന്ന് പറഞ്ഞ കിതാബ് അത് സിഹറിൻ്റെ അത് ഈ പോലെയുള്ള ഖുറാനെയും സുന്നത്തിനെയും ഇത്തരം അക്കങ്ങളിൽ പരിമിതപ്പെടുത്തി അത് മുജറബാത്താണെന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന കിതാബാണ്. അതുകൊണ്ട് വായിക്കാൻ തന്നെ പാടില്ല. അപ്പൊ സിഹറിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. സിഹർ ചെയ്യണം എന്നുള്ള വിഷയമല്ല അതിൽ പറയുന്നത്. സിഹർ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ബാത്തിലാക്കണം എന്ന വിഷയങ്ങളൊക്കെ, അസ്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തജ്രിബാത്ത്, മുജറബാത്ത് എന്ന് പറയുന്ന ഓരോരുത്തർക്ക് അനുഭവിച്ചറിഞ്ഞ ഒരുപാട് സംഭവങ്ങളാണ്, വിഷയങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ ഇസ്മുൽ ആദമിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് ഇസ്മുകളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഓരോ ഹർഫിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി മുജറബാത്തു ദൈറബിയയിൽ പറയുന്നുണ്ട്. ഇതൊന്നും ഇവർ കണ്ടിട്ടില്ല കേട്ടോ, ഇവർ കാണാത്ത വിഷയമാണ്. ഈ മുജറബാത്തു ദൈറബി എന്ന് വായിക്കേണ്ട ദൈറമി എന്ന് വായിച്ച ടീമാണ് ഇവര്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അപ്പം ലജ്നത്തു ദായിമ പറഞ്ഞത് ശരിയല്ല എന്നാണ്, മുജറബാത്തു ദൈറബി ശരിയല്ല. അപ്പൊ ഈ ലജ്നത്തു ദായിമ ഏതാ? ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അംഗീകരിക്കാത്ത ഒരു ഫത്വയാണ്. അതുകൊണ്ട് അത് നമ്മൾ നല്ലതായിട്ട് മാറ്റിവെച്ച്. ഇങ്ങനത്തെ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കട്ടെ എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രമല്ല, ഇങ്ങനെയാണ് ബിദഅത്തുകൾ കടന്നു വരാം. ഒരായത്തെടുത്തിട്ട് അതിന് അള്ളാഹുവും റസൂലും പറയാത്ത ഫായിദകൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അള്ളാഹുവും റസൂലും പറയാത്ത ഫായിദകൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. ആടെ ഈ അഫ്ദലുലമ പഠിച്ച ഈ വഹാബികളല്ല ഈ ഫായിദകൾ പറയണത്. ഖുർആനും സുന്നത്തൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയ ഇമാമുകളാണ് ഈ ഫായിദകൾ പറയുന്നത്. ഇവര് പറയണ നമുക്ക് ഈ വിഷയം ഇവരെ കുറിച്ച് ചാർത്തി കൊടുക്കാം. ഇമാമിയങ്ങൾ പറയുമ്പോൾ ഇവർ ഈ പറയുന്ന ഒരു ABCD പോലും അറിയാത്ത ഈ വഹാബികളാണ് ഇവരെ നിരൂപണം നടത്താൻ വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സിറുൽ അജീബ് എന്ന് പറയും. ഇനി അദ്ദേഹം പറയുന്നത് അസ്മാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അസ്മാവ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കിതാബൊക്കെ എടുത്ത് പൊക്കിയിട്ട് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട്, അതിന് മഹത്വങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് എപ്പോൾ ചെല്ലണം, എന്തൊക്കെ വിഷയത്തിൽ ചെല്ലണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ വിഷയമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ലോങ് ആകുന്നത് കൊണ്ട് നമ്മൾ നിർത്തുകയാണ് തൽക്കാലം. ഈ ചികിത്സകളും അതുപോലെ തന്നെ ഈ തട്ടിപ്പുകളും അല്ലാതെ യഥാർത്ഥത്തിൽ ഈ ആളുകളെ സംബന്ധിച്ച് ദീൻ എന്ന് പറയുന്നത് ഇവർക്കില്ല. അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ മുസ്ലിയാക്കന്മാരെ ആരിഫീങ്ങളെയും ഒന്നും ആവശ്യപ്പെടില്ല. വഹാബിസം തുളുമ്പുന്ന ഒരു രംഗാണത്. മുസ്ലിയാക്കന്മാരെയും ആരിഫീങ്ങളുടെയും ആവശ്യമില്ല. ഈ ആരിഫീങ്ങൾ എന്ന് പറഞ്ഞ ഇവരെന്താ മനസ്സിലാക്കിയത്? നേരെ ഭാഷാർത്ഥം വെച്ചതാ. ആരിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശറഈയായ ബാത്തിനിയായ ലഹ്റൻ വ ബത്നൻ ഉള്ള എല്ലാ ഇൽമും കരസ്ഥമാക്കിയ ആളുകൾ എന്നാണ് ഈ ആരിഫീങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഖുർആനും സുന്നത്തും, അങ്ങനെ ഖുർആനും സുന്നത്തും നോക്കിയത് കൊണ്ടാണ് അള്ളാഹു താല പല കോലത്തിലായത്. കൈയുള്ള അള്ളാഹു താല, ഇടത്തെ കൈ ആദ്യം ഉണ്ട്, പിന്നെ വലത്തെ കൈ ഉണ്ട്, പിന്നെ വലത്തെ കൈ മാറി പിന്നെ ഇടത്തേക്ക് തന്നെ വന്ന്, പിന്നെ ഊരുള്ള അള്ളാഹു താല, കണങ്കാലുള്ള അള്ളാഹു താല, ഇങ്ങനെയൊക്കെ അള്ളാഹു താല അർശിന്റെ മേൽ ഇരിക്കണ, അത് ആ ഇരിക്കാനുള്ള വസ്തുക്കളൊക്കെ ഉള്ള അള്ളാഹു താല എന്നൊക്കെ പറഞ്ഞ് ഈ രൂപത്തിലേക്ക് പടച്ചോന്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രയവിക്രയങ്ങൾ നടത്താനുള്ള കാരണം സ്വന്തമായിട്ട് ഖുർആനും ഹദീസും നോക്കിയതാണ്. ഇമാമിയങ്ങളെ സ്വീകരിച്ചില്ല. അറബി മാത്രം പഠിച്ചു വന്ന് എന്തെങ്കിലുമൊക്കെ രണ്ടക്ഷരം പഠിച്ചു വന്നിട്ട് ഖുർആനും ഹദീസും തോന്നിയതുപോലെ നോക്കുക, എന്നിട്ട് തോന്നിയതുപോലെ അർത്ഥം വെക്കുക. ആ ഒരു വിഷയം ഉണ്ടായത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇമാമിയങ്ങളെ സ്വീകരിക്കുന്ന സുന്നത്തി ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ ഒരു നിലപാടേ ഉള്ളൂ. എല്ലാ സൃഷ്ടികളെക്കാൾ ഭിന്നമായ ഒരു ശക്തിയാണ് അള്ളാഹു തആല എന്ന ഒരൊറ്റ നിലപാടേ സുന്നികൾക്കുള്ളൂ. എന്തുകൊണ്ടാ? ഈ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഈ പ്രമാണങ്ങളൊക്കെ സ്വീകരിച്ച് അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ഇമാമികളെ സ്വീകരിച്ചത് കൊണ്ടാണ് ആ ഒരു സ്വഭാവത്തിലേക്ക് സുന്നികളുടെ ആ ഒരു വിശ്വാസം നീങ്ങിയത്. നിങ്ങളെ വിശ്വാസം പലതും പല കോലത്തിലാണ്. ഇപ്പൊ 12, 13, 14 ഗ്രൂപ്പുകളായിട്ട് ഇവർ തിരിഞ്ഞിരിക്കുകയാണ്. എന്തിൽ? തൗഹീദിൽ തന്നെ. അള്ളാഹിൻ്റെ ദീൻ അള്ളാഹ് പൂർത്തിയാക്കി. അല്ലു മക്മൽത്തുലക്കും ദീനക്കും വത്മംതു അലൈക്കും. മാത്രമല്ല, ആ പൂർത്തിയാക്കപ്പെട്ട ദീനിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ മുസ്ലിയാക്കന്മാരെ തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് വരും. ഇതൊരു ദീനാന്ന് പറയും, എല്ലാവരോടും ഷെയർ ചെയ്തോളെന്ന് പറയും. അങ്ങനെ പ്രവാചകൻ അങ്ങത്തരക്കാർക്ക് ഹദസഫി അംബ്രിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആ ഫഹുവ റദ്ദുൻ എന്ന് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ആ കൊണ്ടുവന്ന ബിദഅത്തിനെയും തള്ളണം, കൊണ്ടുവന്നവനെയും തള്ളണം. അവിടെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും ദീനിൽ പുതുതായി കൊണ്ടുവന്നാൽ ലൈസ മിൻഹു, അതിൽ പെടാത്ത കാര്യം, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യം, ഈ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യം കൊണ്ടുവരുമ്പോഴാണ് റദ്ദാകുക. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരാത്ത എല്ലാ കാര്യങ്ങളും റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ നടത്തുന്ന പോഡ്കാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഏത് സ്റ്റുഡിയോയിൽ വെച്ചാ മുത്തുനബി പോഡ്കാസ്റ്റ് നടത്തിയിരുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന ഗ്രൂപ്പിസം, അതുപോലെ തന്നെ സംഘടനാ സമ്മേളനങ്ങൾ, ഇതൊക്കെ നബി തങ്ങൾ നടത്തിയിട്ടുണ്ടോ?
എവിടെ വെച്ചാ നടത്തിയിരുന്നത്? ലൈവ് പരിപാടികൾ. ഏത് യൂട്യൂബ് ചാനലിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈവ് നടത്തിയിരുന്നത്? അപ്പൊ ഇങ്ങക്ക് ഇതൊക്കെ പറ്റും. മാലൈസ മിൻഹു എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിഷിദ്ധമാക്കാത്ത ഏതൊരു കാര്യവും എടുക്കാം. അതേസമയത്ത് ഇസ്ലാം നിഷിദ്ധമാക്കിയ അഥവാ അത് തെറ്റാണ് എന്ന് ബേസിക് ആയിട്ട് ഇസ്ലാം പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് സ്വീകരിക്കാനേ പാടില്ല. അത് റദ്ദുൻ, അത് തള്ളണം. അങ്ങനെയാണെങ്കിലാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ ആപ്റ്റ് ആവുകയുള്ളൂ. എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ് ബാക്കിയുള്ള വിഷയം ഇനിയും തുടരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ച് ഇതിന്റെ ബാക്കി കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇറക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പം ലജ്നത്തു ദായിമയിൽ പറഞ്ഞ മുജറബാത്തു ദൈറബി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ന്യായം അത് തീർത്തും തെറ്റാണ് എന്ന് നമ്മൾ തീർച്ചയായും സമർത്ഥിച്ചു. അതുകൊണ്ട് മുജറബാത്തു ദൈറബിയിൽ ഇമാം ദൈറബി എന്നവർ പറഞ്ഞ ആ വിഷയം അംഗീകരിക്കാതിരിക്കാൻ വേറെ വകുപ്പില്ല. ലജ്നത്തു ദായിമ മാത്രമേ ഉള്ളൂ. ഈ ലജ്നത്തു ദായിമ എന്ന് പറഞ്ഞാലോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവർ തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാത്തതാണ്. അല്ലാഹു അലം ബിസ്സവാബ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.